Hi students, Xylem Premier League in the big announcement session. ഒരിക്കൽ കൂടെ ഞാനും അനന്ത് സാറും നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. കേരളത്തിന്റെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ ചരിത്രത്തിൽ ഇന്നോളം കണ്ടതിൽ ഏറ്റവും ഗംഭീരമായ പ്ലാറ്റ്ഫോം ആയിരുന്നു XPL നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. അതിഗംഭീരമായി നിങ്ങൾ ആ പരീക്ഷ എഴുതുകയും ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ 100% ആ പരീക്ഷ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് നിരന്തരമായി ഞങ്ങളെ ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ബലത്തിലാണ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിലേക്കും XPL കൊണ്ടുവരണം എന്ന ബോധ്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ആ XPL ആണ് ഇന്ന് അനൗൺസ് ചെയ്യപ്പെടാൻ പോകുന്നത്. എഞ്ചിനീയറിംഗിന് വേണ്ടി, ദാറ്റ് മീൻസ് കേരള എഞ്ചിനീയറിംഗിനും അതേപോലെ JEE മെയിൻസിനും വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് Xylem പ്രീമിയർ ലീഗ് ഇതാ ഇന്ന് അനൗൺസ് ചെയ്യപ്പെടുകയാണ്. അത് അനന്ത് സാർ അനൗൺസ് ചെയ്യും. ഞാൻ അതിലേക്ക് വരുന്നില്ല. അതിനു മുമ്പ് എന്തിനു വേണ്ടിയാണ് Xylem ഇങ്ങനെയൊരു XPL-മായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് ഞാൻ കടന്നു പോവാം. അതിന് 3 നിൽക്കണം എന്ന തീരുമാനത്തിലേക്ക് Xylem എത്തിച്ചേർന്നത് അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. ഇന്ന് ഈ പ്രീമിയർ ലീഗ് Xylem അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രീമിയർ ലീഗ് ഗംഭീരമായി നിങ്ങൾ എഴുതണം. ഈ പ്രീമിയർ ലീഗിന്റെ കൗതുകങ്ങൾ എന്താണെന്നും എന്നാണ് അത് ആരംഭിക്കുന്നതെന്നും എന്തൊക്കെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. ആ കൗതുകങ്ങളെല്ലാം അനന്ത് സാർ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒറ്റ കാര്യം മാത്രം ആമുഖമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതിഗംഭീരമായി ഈ പ്രീമിയർ ലീഗിനെ ഫേസ് ചെയ്യണം. എങ്ങനെയാണോ നീറ്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ സൈലത്തിന്റെ പ്രീമിയർ ലീഗ് എഴുതി പോരുന്നത്, അതേപോലെ അതേ ഗൗരവത്തോടുകൂടെ XPL എഴുതാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും തയ്യാറാവണം. കേരള എഞ്ചിനീയറിംഗ് മാത്രം ക്വാളിഫൈ ചെയ്യാനുള്ള ലക്ഷ്യമാവരുത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. KEAM നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം, JEE മെയിൻസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അതിനുതകുന്ന എല്ലാ കൗതുകങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് തന്നെയാണ്, അതിനുതകുന്ന 100% ഗ്രൗണ്ട് ലെവൽ അനാലിസിസ് നടത്തി തന്നെയാണ് ഈ പരീക്ഷാ പ്രോഗ്രാം Xylem സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പരീക്ഷ ഗംഭീരമായി എഴുതി ക്വാളിഫൈ ചെയ്ത് JEE മെയിൻസ് ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ കാത്ത് ഇന്നോളം കേരളം കണ്ടതിൽ ഏറ്റവും ഗംഭീരമായ ഒരു എക്സ്ക്ലൂസീവ് അഡ്വാൻസ്ഡ് പ്രോഗ്രാമുമായി Xylem ഉണ്ടാവും എന്ന് മാത്രം ഓഫർ ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ നിന്ന് പിൻവാങ്ങുകയാണ്. Xylem പ്രീമിയർ ലീഗിന്റെ മുഴുവൻ കൗതുകങ്ങളും അനന്ത് സാർ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഗംഭീരമായ പരീക്ഷയെ ഫേസ് ചെയ്യുക. ആൾ ദി ബെസ്റ്റ്. കോഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫാക്കൽറ്റീസിനെ ഒന്ന് പരിചയപ്പെടുത്തി തന്നെ പോകാം. അതായത് നമ്മുടെ Xylemത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഫാക്കൽറ്റി ലൈനപ്പ് തന്നെയാണ്. ആ ഫാക്കൽറ്റീസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോഴ്സ് സ്ട്രക്ചറിലേക്ക്, അതായത് ഈ XPL JEE-KEAM എന്ന ആ ഒരു സ്ട്രക്ചറിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവയെ ഓരോരുത്തരെയുമായി ഒന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും നിങ്ങൾക്ക് പരിചയം ഉള്ള ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും പല സ്ഥലങ്ങളിലായി കണ്ടവർ തന്നെയാണ്. ഒന്നാമതായി കെമിസ്ട്രിയിൽ തുടങ്ങുകയാണ്. കെമിസ്ട്രിയിൽ നിങ്ങൾ കാണുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുന്ന ആദ്യം തന്നെ വേൽമുരുകൻ സാറ്, 30+ എക്സ്പീരിയൻസ് അല്ലേ. പലരും നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എൻട്രൻസ് തുടങ്ങിയ സമയത്ത് തൊട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ ആളാണ് വേൽമുരുകൻ സാർ. നമ്മുടെ കെമിസ്ട്രിയുടെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന ബേസ് തൊട്ടുള്ള ഫുൾ സിലബസ് സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് വേൽമുരുകൻ സാറാണ്. രണ്ടാമത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ലിജീഷ് കുമാർ സാർ ഇന്ന് തുടങ്ങിയത് അല്ലേ. സാറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ സാറിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയാണ്. കാര്യം സാറാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. സാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. LK സാറിന്റെ ഏത് വീഡിയോ ഏത് ലൈവ് കണ്ടാലും കമന്റ് ബോക്സിൽ ഫുൾ LK സാർ ഇത് തന്നെയാണ്. സാറിനെ കുറിച്ചാണ് ഫുൾ ആളുകൾ പറയുന്നത്. LK സാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് പരിചയമുള്ള വ്യക്തി തന്നെയാണ്. സാറിന്റെ ക്ലാസ്സുകൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. മുരുകൻ സാറിന്റെ ക്ലാസ്സും ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നീടുള്ള സുരേഷ് സാർ, റൈറ്റ്, യങ്ങായിട്ടുള്ള LK സാറിനെ പോലെ തന്നെ അത്ര എനർജറ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ Xylemത്തിൽ അടുത്തിടെ ജോയിൻ ചെയ്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് Xylemത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് സാർ. അതുപോലെ തന്നെ മാധവ് സാറ്. നമുക്കറിയാം യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയും കൂടെയാണ് മാധവ് സാറ്. ആ ലൈനപ്പിന്റെ കൂടെ നമ്മളോടൊപ്പം ഈ JEE ക്യാമ്പയിനിലേക്ക് നമ്മുടെ കൂടെ എത്തുകയാണ് നുസ്രത്ത് മാഡവും. മാഡത്തിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞോട്ടെ, NIT പാസ് ഔട്ട് ആണ്. 7 വർഷത്തിന് മേളിലായിട്ട് എൻട്രൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്ര കൊല്ലമായി വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ലൈനപ്പിലൂടെ ഈ ഡ്രീം ടീമിന്റെ കൂടെ മാമും ജോയിൻ ചെയ്യുകയാണ്. അതും കൂടെ ആകുമ്പോഴത്തേക്കും കെമിസ്ട്രി അത്രയും ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കെമിസ്ട്രിയുടെ കാര്യത്തിൽ അതിശക്തമായി കെമിസ്ട്രി മുമ്പോട്ട് പോവുകയാണ്. കൂട്ടത്തിൽ അത്രത്തോളം തന്നെ ഫിസിക്സ് എക്സ്പീരിയൻസ് ആയിട്ട് ഫാക്കൽറ്റിയുടെ ഒരു കൂട്ടമാണ് ആക്ച്വലി ഫിസിക്സ് എന്ന് പറയുന്നത്. ഗീതാ പ്രസാദ് സാർ, മുരുകൻ സാർ ഒപ്പം തന്നെ 30 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ് ഗീതാ പ്രസാദ് സാർ. ഫിസിക്സിന്റെ ബേസ് കംപ്ലീറ്റ് ആയിട്ട് സാർ സെറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും. കൂട്ടത്തിൽ ജെയ്സൺ സാർ, ജെയ്സൺ സാറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. IIT സ്പെഷ്യലിസ്റ്റ് നമുക്ക് വേണേൽ പറയാം. IIT സ്പെഷ്യലിസ്റ്റ് ആണ് ആക്ച്വലി ജെയ്സൺ സാറിന്റെ. സാറിന്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങൾക്ക് സാറിന്റെ ഒരു ലൈവ് ഉണ്ടാവും. സാർ സ്റ്റാർട്ട് ചെയ്യുന്ന വിത്ത് ഒരു കോമൺ ലൈവ് കൂടിയാണ്. സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടുതൽ ആളുണ്ട് ഫമീൽ സാർ, 20+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് സാറിന്റെ കൂടുതൽ. ഞങ്ങൾ രണ്ടുപേരും അനന്തുമാർ, റൈറ്റ്, അനന്തുമാർക്കും ഫാൻ ബേസിനെ കുറിച്ച് പറയേണ്ട എന്റെ കാര്യം ഞാൻ പറയുന്നില്ല. അനന്തു സാറിന് ഫാൻ ബേസ് ഉള്ള ഒരു അധ്യാപകൻ തന്നെയാണ്. AN സാറിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിച്ചാൽ, കുട്ടികളുടെ ചോദിച്ചാൽ മനസ്സിലാവും. നീറ്റിൽ അദ്ദേഹം IIT-യിലേക്ക് കൂടെ ബേസ് ലെവൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് IIT ലെവലിലേക്ക് ബേസിൽ നിന്ന് നിങ്ങളെ തുടങ്ങി IIT ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ഈ ഒരു കൂട്ടവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഫിസിക്സിലെ.
ഇനി മാത്സിലേക്ക് കിടക്കട്ടെ. ജിസിമോൻ സാറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഏകദേശം 25 years ഓഫ് എക്സ്പീരിയൻസ് മാത്സിൽ അല്ലെ. IIT തുടക്കം തൊട്ടതായിട്ട് നിങ്ങൾ മാത്സിന്റെ ആ ഒരു ബിഗിനിങ് സമയത്ത് എൻട്രൻസ് കേരളത്തിൽ തുടങ്ങിയ സമയത്തോട്ട് തുടങ്ങിയവരാണ് ഈ ആൾക്കാരും മുകൾ നിരയിൽ നിങ്ങൾ കാണുന്നത്. കൂടുതൽ വരുന്നത് ഇക്ബാൽ സാറാണ്. അടുത്ത് ഒരു IIT ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ആളാണ് ആദ്യത്തെ ജൂൺ 3 നിങ്ങൾ മാത്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. നിങ്ങൾക്ക് കാണാം സാറിന്റെ ക്ലാസ്സുകൾ. ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്രയും ടോപ്പ് ഫാക്കൽറ്റീസ്, അതിന്റെ കൂടെ വരുന്ന ഡിബിൻ ദാസ് സാറും മാത്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാത്സ് അധ്യാപകൻ കൂടിയാണ് ഡിബിൻ ദാസ് സാർ. ഇത്രയും നല്ല ഫാക്കൽറ്റീസിന്റെ കോഴ്സാണ് ഈ നമ്മൾ സ്ട്രക്ചർ ചെയ്യാൻ പോകുന്നത്. ഈ കോഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത കിടക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് കിടക്കാം. ആൻഡ് കോഴ്സ് ഫീസ് എത്രയായിരിക്കും, ഇതിന് ഞങ്ങൾ എന്താണ് തരേണ്ടതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അതൊക്കെ ഒരു അത്ഭുതമാണ്. ഇതിന്റെ ലാസ്റ്റ് നമ്മൾ ഇതിലേക്കൊക്കെ കടക്കും. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ഈ കോഴ്സിൽ ഉള്ളതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് കോഴ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ XPL JEE-KEAM ടാർഗറ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ എന്ന് പറയുന്നത്. മിഷൻ JEE-KEAM ഓരോ ദിവസത്തെയും ടൈം ടേബിൾ കൃത്യമായി നിങ്ങൾക്ക് ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആരും എഴുതിയെടുക്കാനോ ഒന്നും നിൽക്കണ്ട, ജസ്റ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിന്റെ PDF അതുപോലെ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കിട്ടുന്നതാണ്. സൈലത്തിന്റെ ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാം. ഏകദേശം 1000കണക്കിന് കുട്ടികൾ, 4000-ന് മുകളിൽ കുട്ടികൾ ഉള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ PDF നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് എഴുതിയെടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആപ്പില് നിങ്ങളുടെ JEE-XPL എന്നുള്ളൊരു ഫോൾഡറിനകത്ത് ഇത് ഇട്ടിട്ടുണ്ടാവും. സോ അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മിനിമം സൈലത്തിന്റെ ക്രാഷ് കോഴ്സോ അല്ലെങ്കിൽ ഇത് മാത്രമായി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഫീസ് കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്താം. അത് ലാസ്റ്റ് ആണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഓരോ ദിവസത്തെയും പ്ലാൻ ഒന്നും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ജൂൺ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കുക, ജൂലൈ 24 നിങ്ങളുടെ KEAM എക്സാം. JEE ഇതുവരെ ഡേറ്റ് വന്നിട്ടില്ല. അവസാനത്തെ 2 ആ JEE അത് കഴിയുമ്പോൾ എത്തുന്നു. സോ നമുക്ക് ഇതിനെ രണ്ടിനെ കൂടെ കൊണ്ടുപോകേണ്ട ആൾക്കാരുണ്ട്. ഇതിനെ JEE മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്കുണ്ട്. രണ്ടുപേർക്കും വേണ്ട എക്സാംസും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കുന്നത്. നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. ജൂൺ 3 നമ്മൾ ആരംഭിക്കുന്നതെന്ന് വിചാരിക്കുക. ജൂൺ 3 2 ചാപ്റ്റർ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, മിനിമം 2 ചാപ്റ്റർ വെച്ച് കവർ ചെയ്തില്ലെങ്കിൽ നമ്മളെ പോർഷൻ തീരില്ല. ബിക്കോസ് നമ്മൾ മോഡൽ എക്സാം എഴുതണം, ഡെയിലി എക്സാം എഴുതണം. ഇതെല്ലാം നമ്മൾ കവർ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് മിനിമം ഡെയിലി 2 ചാപ്റ്ററെങ്കിലും വെച്ച് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് മുമ്പോട്ട് പോകാം. ഫോർ എക്സാമ്പിൾ, ജൂൺ 3 നിങ്ങൾ പഠിക്കേണ്ട 2 ചാപ്റ്റർ ആണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആൻഡ് ട്രിഗ്നോമെട്രി. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് നിന്നിട്ട് പഠിക്കാൻ വേണ്ടി പറയുന്ന രീതിയല്ല. നിങ്ങളുടെ കൂടെ ഈ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ ദിവസം ജൂൺ 3. ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി? ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയും ട്രിഗ്നോമെട്രിയും. അതായത് ജൂൺ 3 രാവിലെ നമ്മൾ 2 ലൈവുകളാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലൈവ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയായിരിക്കും, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. രണ്ടാമത്തെ ലൈവ് ട്രിഗ്നോമെട്രിക്കാണ്. ഓക്കെ, ഇക്ബാൽ സാറും ഉണ്ടാവും ട്രിഗ്നോമെട്രി ആയിട്ട്. കൂടുതൽ ബേസിക് കോൺസെപ്റ്റ്സ് ആയിട്ട് നമ്മുടെ ഫാക്കൽറ്റി നിങ്ങൾക്കറിയാം LK സാർ ഉണ്ടാവും. സോ 2 പേരായിരിക്കും നിങ്ങൾ കൂടെ വരിക. അങ്ങനെ ഓരോ ദിവസവും ടൈം ടേബിൾ ഉണ്ട്, ഓരോ അധ്യാപകർ വരുന്നത്. സോ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതിന് ലൈവായിട്ട് നിങ്ങൾക്ക് 2 സെഷനുകളായിരിക്കും ഒരു ലൈവിൽ ഉണ്ടാവുന്നത്. ശ്രദ്ധിക്കാം. ആദ്യത്തെ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ 2 hours ആണ്. അന്നത്തെ ഒരു ചാപ്റ്റർ അനുസരിച്ച് ടൈം മാറിക്കൊണ്ടിരിക്കും. 2 hours ആണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിക്ക് വേണ്ടെന്നിരിക്കട്ടെ. ആദ്യത്തെ 1 hour എന്ന് പറയുന്നത് അതൊരു കീം ഡിസ്കഷൻ ആയിരിക്കും. അതായത് ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട തിയറിയും കീം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ടാണ് കീം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? കീമിന്റെ ക്വസ്റ്റ്യന് വ്യത്യാസമുണ്ട്. JEE വെച്ച് നോക്കുമ്പോൾ 5 ഓപ്ഷൻ ആണുള്ളത്. ഇനി അത് 2 എക്സാം ആണ് അല്ലെ. മാത്സും ഉണ്ട്, ഫിസിക്സ് കെമിസ്ട്രിയുടെ 2 പേപ്പറാണുള്ളത്. 120 ചോദ്യങ്ങളാണ്. അതിൽ 120 മാത്തമാറ്റിക്സ് അല്ലെ. 120 അറിയാത്തവർക്ക് വേണ്ടി എഴുതുകയാണ്. കീമിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് പറയുകയാണ്. അതുപോലും അറിയാത്ത കുറെ കുട്ടികളുണ്ട് കേരളത്തില്. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സിന്റെ എണ്ണം അറിയാതെ പോയി, ക്വസ്റ്റ്യൻ നമ്പർ എത്ര ഉണ്ടെന്ന് അറിയാതെ പോയി എക്സാം എഴുതുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുകയാണ്. കീം എന്ന് പറയുമ്പോൾ 120 മാത്സിന്റെ ഒരു പേപ്പർ ഉണ്ട്. ഇനി 120 ഫിസിക്സ് കെമിസ്ട്രി ആണ്. അതില് നിങ്ങൾക്കറിയാം 72 ഫിസിക്സ് ആണ്, 48 ആണ് ആര്, കെമിസ്ട്രി ഉള്ളത്. അപ്പം 120 തന്നെ 72, 48 എന്ന ഓർഡറിലാണ് ഫിസിക്സും കെമിസ്ട്രിയും വരുന്നത്. അപ്പൊ കീമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ്. അതിൽ 5 ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആ വരുന്നത്. പക്ഷെ JEE ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. JEE അറിയാവുന്നവർക്ക് അറിയാം. JEE മെയിൻ എന്ന് പറയുമ്പോൾ, അഡ്വാൻസിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. JEE മെയിൻ എന്ന് പറയുമ്പോൾ അതിൽ 30 മാത്സ്, 30 ഫിസിക്സ്, 30 കെമിസ്ട്രി എന്ന ഓർഡറിലാണ് വരുന്നത്. അപ്പൊ അത് എക്സാം പാറ്റേണേ വ്യത്യാസമാണ്. 4 ഓപ്ഷനാണ് വരുന്നത്. ഇനി ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ചോ ന്യൂമറിക്കൽ ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 2 എക്സാം ആയിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്ക് ഡെയിലി എക്സാമിൽ വരിക. ഒരു JEE പാറ്റേൺ ഡെയിലി എക്സാം ഉണ്ട്, ഒരു കീം പാറ്റേൺ ഡെയിലി എക്സാം ഉണ്ട്.
അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരാൾ പറയുകയാണെങ്കിൽ കീം മാത്രം നോക്കുന്നുള്ളൂ, സോ നിങ്ങൾക്ക് കീം മാത്രം എഴുതിയാൽ മതി. ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് JEE മാത്രം മതി, JEE മാത്രം എഴുതാം. ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് 2 എക്സാം എഴുതി നോക്കണമെന്ന് ആഗ്രഹമുണ്ട്, രണ്ടിലും അപ്പിയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ ഒരു ദിവസം 2 എക്സാം എഴുതണം. ഏത് എക്സാംസ് ആണ്? കീം എക്സാമും എഴുതണം, JEE എക്സാമും എഴുതണം. സോ എങ്ങനെ വേണം നിങ്ങൾ ജൂൺ 3 പഠിക്കണം. അപ്പൊ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. 3 നിങ്ങളുടെ കൂടെ ആരുണ്ടാകും? ഓരോ അവർ ആയിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ട് ഏത് 1 അവർ കീം ഡിസ്കഷനും 1 അവർ JEE ഡിസ്കഷനുമായിട്ട് ഒരു സബ്ജക്റ്റിലെ ഒരു ഫാക്കൽറ്റി കൂടി ഉണ്ടാവും. അങ്ങനെ അടുത്ത സബ്ജക്ട് നമ്മൾ 1 അവർ വെച്ച് ഫിനിഷ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. അപ്പൊ ആദ്യമേ കീം ഡിസ്കഷൻ ആയിരിക്കും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ ബേസും കീമിന്റെ പ്രീവിയസും ചെയ്ത് കഴിയും. പിന്നെ ഉണ്ടാകുക എന്തായിരിക്കും? JEE ബേസ്ഡ് ആയിട്ടുള്ള ഹൈ ലെവൽ കോൺസെപ്റ്റുകളിലെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ JEEക്ക് കൂടുതൽ വേണം. അത് ഡിസ്കസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന JEEയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈവ് ഡിസ്കഷന്റെ സെഷൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായി അവിടെ വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ചുകൂടെ ടൈം ആ ചാപ്റ്റർ സ്പെൻഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ഓൾറെഡി സ്കെലിട്ടൺ അവിടെ ഉണ്ട്. അപ്പൊ ലൈവ് പ്ലസ് റെക്കോർഡിംഗ് ഒരു കോംബോ ആയിരിക്കും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ ജൂൺ 3 നിങ്ങൾ എന്ത് ചെയ്തു? ചാപ്റ്റർ 2 പഠിക്കുന്നു. നിങ്ങൾ തീവ്രമായി പരിശീലനം നടത്തുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യണമെന്നൊന്നും ടെൻഷൻ ഒന്നും വേണ്ട. കാര്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ജൂലൈ 24 വരെ കീം ആൾക്കാർ എന്ത് ചെയ്താൽ മതി? വർക്ക് ചെയ്താൽ മതി. എക്സാം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ ഒരു 2 മാസം നിങ്ങൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നിങ്ങൾക്ക് കയറി പോവാം. നിങ്ങൾക്കറിയാം എഞ്ചിനീയറിംഗിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് അല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ വളരെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെ എത്തിച്ചിരിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത ജൂലൈ 4 കിടക്കാം. 2 ചാപ്റ്റർ കവർ ചെയ്യുന്നു. ജൂലൈ 4 നിങ്ങൾക്ക് ഒരു ഡെയിലി എക്സാം ഉണ്ടായിരിക്കും. ഇപ്പോൾ പറഞ്ഞ ഡെയിലി എക്സാം നടക്കുക ജൂലൈ 4 അതായത് ഈ 2 ചാപ്റ്റർ നിങ്ങൾ 3 പഠിച്ചു കഴിഞ്ഞു. 4 രാവിലെ മോർണിംഗ് നിങ്ങൾക്ക് 2 എക്സാം ആണ് ഉണ്ടാകുക. ഒന്ന് ഏതാണ്? JEE ഒരു ഡെയിലി എക്സാം ഉണ്ടാവും, കീമിന്റെ ഒരു ഡെയിലി എക്സാം ഉണ്ടാവും. അത് ഏത് പോർഷൻ ആയിരിക്കും കവർ ചെയ്യുക? കവർ ചെയ്യുന്നത് ഈ 2 ചാപ്റ്റർ ആയിരിക്കും ആ എക്സാമിൽ കവർ ചെയ്യുക. അപ്പോൾ മോർണിംഗ് നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി ജൂൺ 4 നിങ്ങൾ എത്തുകയാണ്. 4 വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ലൈവ് അറ്റൻഡ് ചെയ്യുന്നു, ചാപ്റ്ററുകൾ പഠിക്കുന്നു, അധ്യാപകരുടെ കൂടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു, സ്ലൈഡ് വെച്ച് റിവൈസ് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും 4 തീയതി ആയപ്പോഴത്തേക്ക് നിങ്ങൾ ഈ 2 ചാപ്റ്ററുകൾ കവർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ജൂൺ എന്തിനു വരുന്നു? 5 വരുന്നു. 5 നിങ്ങൾ മോർണിംഗിൽ ഈ 2 ചാപ്റ്ററിന്റെ എക്സാം എഴുതുന്നു. ഓക്കെ, ഏതൊക്കെ? ലോസോമോഷനും ഓർഗാനിക് ബേസിക് പ്രിൻസിപ്പിൾസ്, അവന്റെ 2ന്റെ എക്സാംസ്. ഏതിന്റെയൊക്കെയാ? ഒന്ന് JEE വേണ്ടവർക്ക് JEE എഴുതാം, കീം വേണ്ടവർക്ക് കീം എഴുതാം. ഓക്കെ, 2 വേണ്ടവർക്ക് 2 എഴുതി നോക്കണമെന്നുള്ളവർക്ക് 2 എഴുതാം. 20 ക്വസ്റ്റ്യൻസ് വെച്ചായിരിക്കും 2 വരിക ഡെയിലി എക്സാംസ്. നമുക്ക് കുറച്ച് സമയമുള്ള എക്സാം നമുക്ക് എഴുതാൻ. ഒരുപാട് എക്സാമുകൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ വരുന്നുണ്ട്. ഏകദേശം 45ഓളം എക്സാംസും 77ഓളം ലൈവുകളുമാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു ചെറിയ സമയം കൊണ്ട് അത്രയും ടോപ്പിക് കവർ ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ്. സോ അപ്പോൾ ഓൾറെഡി ബേസിക് ഉള്ളവർക്ക് +1 +2 പഠിച്ചവർക്ക് ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫിറ്റ് ഫോർ JEE ആൻഡ് കീം ആയിരിക്കും. സോ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ജൂൺ 5 ജൂൺ 6 ഇതേ പാറ്റേണിൽ കവർ ചെയ്യുന്നു. നിങ്ങൾക്ക് XPL ഇപ്പോൾ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന പോകുന്ന വിദ്യാർത്ഥികൾക്കറിയാം നീറ്റില് ലൈവുകൾക്കൊന്നും ഒരു മുടക്കമില്ല, കൃത്യമായി പോകുന്നുണ്ട്. എക്സാംസ് കൃത്യമായി എഴുതി ടോപ്പ് മേടിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. സൈലത്തിൽ വന്ന് ചേർന്നതിന്റെ ഒക്കെ 3 ഇരട്ടി ഫീസ് തിരിച്ചു വാങ്ങിയ XPL NEET വിദ്യാർത്ഥികളുണ്ട്, ടോപ്പേഴ്സ്. സന്തോഷമുള്ള അതിൽ ഒരു സങ്കടമില്ല. അത്രയും സന്തോഷത്തോടെ അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നത്. ഇനി ഞങ്ങളുടെ കൂടെ ഏത് വിദ്യാർത്ഥികളും കൂടെ അങ്ങനെ തന്നെ നിൽക്കണം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ നിൽക്കണം. അതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം തന്നെ. ജൂൺ 5 ജൂൺ 6 ജൂൺ 7 ജൂൺ 8 ജൂൺ 9 ജൂൺ 10 ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നിങ്ങൾ 18 ചാപ്റ്ററുകൾ കവർ ചെയ്ത് കഴിയും. ഈ 18 ചാപ്റ്ററുകൾ കവർ ചെയ്ത് കഴിഞ്ഞാണ് ജൂൺ 12 നിങ്ങളുടെ ആദ്യത്തെ മൊഡ്യൂൾ എക്സാമിലേക്ക് കിടക്കുന്നത്. മൊഡ്യൂൾ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചാപ്റ്റർ തന്നെ മീൻസ് നിങ്ങളുടെ ആപ്പിൽ തന്നെ മൊഡ്യൂൾ എക്സാം എന്നൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്ററുകൾ കവർ ചെയ്തിട്ടുള്ള ഇതേ പാറ്റേണിലുള്ള എക്സാം ആയിരിക്കും. കീം ആണെങ്കിൽ ഏതുണ്ടാവും? ഫിസിക്സിന്റെ കീം മീൻസ് ഫിസിക്സ് കെമിസ്ട്രി കീമും ഉണ്ടാവും, മാത്തമാറ്റിക്സ് സ്കീമും ഉണ്ടാവും. അതേ പാറ്റേൺ, ഒരു വ്യത്യാസമില്ല. രാവിലെയും വൈകിട്ടുമായിട്ട് നമ്മൾ കീം നടത്തും. JEEയും അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഒരു ഒറ്റ എക്സാം ആണ്, അത് 90 ചോദ്യത്തിന്റെയാണ്. അതേ മോഡൽ തന്നെ JEEയും കീമും നമ്മൾ എന്ന് നടത്തും? ജൂൺ 12 നടത്തും. ജൂൺ 10 കഴിഞ്ഞ് ഒരു ദിവസം ഗ്യാപ്പിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്തിട്ടാണ് ജൂൺ 12 നിങ്ങൾ എത്തുന്നത്. ജൂൺ 12 നിങ്ങൾ മൊഡ്യൂൾ എക്സാം എഴുതുന്നതോടുകൂടി മൊഡ്യൂൾ എക്സാം 1 നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? കവർ ചെയ്യുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് 18 ചാപ്റ്ററുകൾ പഠിച്ചാണ് നിങ്ങൾ അടുത്ത മൊഡ്യൂളിലേക്ക് കിടക്കുന്നത്. നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് കിടക്കാം.
അടുത്ത മൊഡ്യൂളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 എഗെയിൻ അത്രയും തന്നെ ചാപ്റ്റർ, ഡെയിലി 2 ചാപ്റ്റേഴ്സ് വെച്ചാണ്. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ 3 ചാപ്റ്റേഴ്സ് ആവും. ചെറിയ ചാപ്റ്ററുകൾ ലിങ്ക് ചെയ്ത് 3 എങ്കിൽ മാത്രമേ പോർഷൻ തീർക്കാൻ പറ്റൂ. എങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ഡെയിലി 2 ചാപ്റ്റർ ലൈവ് മാത്രം അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മെജോറിറ്റിയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ജൂൺ 13, 14, 15, 16, 17, 18, 19, 20 ലൈവ്. അതുപോലെ പ്രോപ്പർ ആയിട്ട് രാവിലെ ഉച്ചയ്ക്കായിട്ട് 2 ചാപ്റ്ററിന്റെ ലൈവ് നടക്കും. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഇനഫ് ടൈം ഉണ്ട്. നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ JEE മോഡൽ വേണ്ടവർ അത് എഴുതുന്നു, കീം വേണ്ടവർ അത് എഴുതുന്നു, രണ്ടും കൂടെ വേണ്ടവർ രണ്ടും എഴുതുന്നു. ഇനി ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത കൂടെ പറഞ്ഞോട്ടെ. ഈ എക്സാമിൽ ഫസ്റ്റ് വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ പ്രീമിയർ ലീഗ് നീറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കും ഒരാളെ നമ്മൾ വേർതിരിച്ച് കാണുന്നില്ല. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുകയാണ്. കേരളത്തിലെ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയല്ല, നമ്മൾ എഞ്ചിനീയറിംഗിലേക്കും അത്ര ശക്തിയായി കടന്നു വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സോ നമുക്ക് മുമ്പോട്ട് പോവാം. ഇത്രയും കഴിയുമ്പോൾ നിങ്ങളുടെ മൊഡ്യൂൾ എക്സാം 2 എത്തുന്നു ജൂൺ 22. സോ 22 നിങ്ങളുടെ അടുത്ത മൊഡ്യൂൾ എക്സാം വന്നു കഴിഞ്ഞാൽ ജൂൺ 23 എന്ന് പറയുന്ന ഒരു ക്യുമുലേറ്റീവ് എക്സാം ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട മോഡൽ എക്സാം 1 ഉണ്ടായിരുന്ന അത്രയും മൊഡ്യൂളും അടുത്ത മൊഡ്യൂളും കൂടെ ചേർന്ന് ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് നിങ്ങൾ ജൂൺ 20 വരെ കവർ ചെയ്ത കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ചേർന്നുള്ള ഒരു ക്യുമുലേറ്റീവ് എക്സാം ആണ് ജൂൺ 23 നിങ്ങൾ എഴുതുന്നത്. സെയിം തന്നെ കീം ആണെങ്കിൽ 2 പേപ്പർ ഉണ്ടാവും. ഏത്? ഫിസിക്സ് കെമിസ്ട്രിയുടെ 120, മാത്സിന്റെ 120. ദെൻ JEE ആണെങ്കിൽ സെയിം 30, 30, 30ന്റെ ഒരു മോഡൽ എക്സാം. ഇതായിരിക്കും ഈ 2 എക്സാമും അതുപോലെ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ നമ്മൾ ഏത് മൊഡ്യൂളും കഴിഞ്ഞു, രണ്ടാമത്തെ മൊഡ്യൂളും കഴിഞ്ഞു. നേരെ നമ്മൾ ഇതിലേക്ക് കയറുകയാണ്, അടുത്ത മൊഡ്യൂളിലേക്ക് കയറുകയാണ്. ജൂൺ 24, 25, 26, 27 നിങ്ങൾ 2 ചാപ്റ്റർ, ഇടയ്ക്ക് 3 ചാപ്റ്റർ എന്ന രീതിയിൽ കവർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾ 28, 29, 30 1-ാം തീയതി എത്തുമ്പോൾ ജൂലൈ 1 എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഓൾമോസ്റ്റ് അടുത്ത ഒരു സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യുകയാണ്, 18 ചാപ്റ്റേഴ്സോളം. ഇത് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മൊഡ്യൂൾ എക്സാം എഴുതുന്നു. മീൻസ് ജൂലൈ 3 ഇത്രയും ചാപ്റ്റേഴ്സ്. പിന്നെ ക്യുമുലേറ്റീവ് എക്സാം ആവുമ്പോൾ മോഡൽ എക്സാം 1, 2, 3 ടോട്ടൽ ടോപ്പിക്സ്. ഇത്രയും നേരം നിങ്ങൾ കവർ ചെയ്ത് അത്രയും എക്സാംസ് നിങ്ങൾ ഒരുമിച്ച് അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് ഒരു ക്യുമുലേറ്റീവ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ റിവിഷൻ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൽസ് റിവിഷൻ നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ക്യുമുലേറ്റീവ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നീറ്റിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കറിയാം, അതാണ് അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. വീണ്ടും ഓരോ ടോപ്പിക് റിവൈസ് ചെയ്യാൻ, ഇടയ്ക്ക് മിസ് ചെയ്ത ചാപ്റ്റർ വീണ്ടും പഠിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ആക്ച്വലി ഈ ക്യുമുലേറ്റീവ് എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ അടുത്തയിലേക്ക് കടക്കുകയാണ്. അടുത്ത എന്ന് പറയുന്നത് വീണ്ടും മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ജൂലൈ 5, 6, 7, 8, 9, 10, 11, 12, 13 ആകുമ്പോഴത്തേക്കും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ടോപ്പിക്സ് എന്ത് ചെയ്യുകയാണ്? കവർ ചെയ്യുകയാണ്. ജൂലൈ 15 നമ്മുടെ മൊഡ്യൂൾ എക്സാം 4 മോഡൽ എക്സാം 4 മൊഡ്യൂൾ 4ന്റെ മോഡൽ എക്സാം 4 വരുന്നത്. അത് കഴിഞ്ഞാൽ ജൂലൈ 16 നിങ്ങളുടെ ക്യുമുലേറ്റീവ് എക്സാം വരും. മോഡൽ എക്സാം 1, 2, 3, 4 ചേർന്നുള്ള കംപ്ലീറ്റ് മോഡൽ എക്സാം. സെയിം ലൈക്ക് JEE വേണ്ടവർക്ക് JEE എക്സാം ഉണ്ട്, കീം വേണ്ടവർക്ക് കീം എക്സാം ഉണ്ട്. 2 ടോപ്പേഴ്സിനും ക്രാഷ് പ്രൈസ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സോ ക്യാഷ് പ്രൈസ് മാത്രമല്ല, നിങ്ങളെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ആക്ച്വലി ഈ XPL JEE കീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്തയിലേക്ക് കിടക്കാം. അടുത്തത് ജൂലൈ 18, 19, 20, 21, 22 കംപ്ലീറ്റ് മോഡൽ എക്സാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് കംപ്ലീറ്റ്ലി കീം ബേസ്ഡ് ആയിരിക്കും. ബിക്കോസ് തൊട്ട് ജൂലൈ 24 വരുന്ന നിങ്ങളുടെ ഏത് എക്സാം ആണ്? കീം എക്സാം ആണ്. ആ കീം എക്സാമിന് നമ്മൾ കീം എക്സാം ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും അപ്പോൾ നടത്തുക. ഇതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞോ? ഇല്ല. ജൂലൈ 24 കഴിഞ്ഞാൽ ഇപ്പോൾ IIT JEEയുടെ അടുത്ത 2 ഡേറ്റ്സ് പ്രഖ്യാപിച്ചിട്ടില്ല. അതുവരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ JEE ബേസ്ഡ് ആയിട്ടുള്ള 90 ക്വസ്റ്റ്യന്റെ ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസവും മോഡൽ എക്സാം നടത്തും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് JEEയുടെ അവസാനം വരെ എന്നാണോ എക്സാം ഉള്ളത് അന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇതാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾ എന്താണെന്ന് എനിക്കറിയാം, എത്ര രൂപയാണ് ഇതിന്റെ ഫീസ് എന്ന്. ഇതിൽ റിപ്പീറ്റർ ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യും ഫ്രീ ആയിട്ട്. ക്രാഷ് പ്രോഗ്രാം ഉള്ളവർക്ക് നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇനി XPL മാത്രമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 50,000-ൽ കൂടുതൽ ഡൗൺലോഡ്സ് ഇപ്പോൾ പ്ലേ സ്റ്റോർ 50,000 കഴിഞ്ഞ 1 ലക്ഷമാണ്. ആക്ച്വലി സൈലത്തിലെ ഡൗൺലോഡ്സ് ക്രോസസ് 80,000 ആണ്. 80,000 കുട്ടികളും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ കൂടുകയാണ്. അതായത് 10,000 കണക്കിന് കുട്ടികളിലേക്ക് സൈലം എത്തി തുടങ്ങുകയാണ്. അതിന്റെ സന്തോഷം കൂടെ പരിഗണിച്ചുകൊണ്ട് ഈ കോഴ്സ് മാത്രമായി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 3,999 ആണ്. 3,999 രൂപയ്ക്ക് ഒരു കോഴ്സ്
കംപ്ലീറ്റ് കോഴ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഞാൻ ആദ്യം കാണിച്ച അത്രയും എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ഈ കോവിഡ് കാലവും കൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒട്ടും താമസിക്കേണ്ട, നമ്മളോടൊപ്പം ചേർന്ന് നമ്മൾക്ക് ഒരുമിച്ച് നേരിടാം, ഒരുമിച്ച് പഠിക്കാം. ജൂൺ 3 നമ്മൾ ആരംഭിക്കുകയാണ്. സോ നമുക്ക് മുമ്പോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ്.